ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റേഷനറി കൊണ്ടിട്ട് ഒരു വെജ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്കതിലേക്കായിട്ട് ആദ്യം ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും കുറച്ച് നെയ്യും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് ഒരു 4 സവാള, 2 ക്യാരറ്റ്, ഒരു 4-5 ബീൻസ്, പിന്നെ ഒരു 2 പഴുത്ത തക്കാളി. ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പിന്നെ പെരിഞ്ജീരകം ഇത്രയും ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷമാണ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ക്യാരറ്റാണ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് വെന്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ആദ്യം ഇടുകയാണ്. ആദ്യം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നാലും നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തവർ കുക്കറിലൊരു വിസിൽ കേട്ടതിന് ശേഷം ഇതിലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ കുറച്ച് ബീൻസും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അല്പം വെള്ളം തളിച്ച് ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അല്ലാണ്ട് ക്യാരറ്റ് വേഗം കുറേ സമയം എടുക്കും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതിനേക്കാളും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ വേവും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ വേവൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്ക് ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇച്ചിരി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ്. അത് ഞാൻ 2 തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിപ്പോൾ ക്യാരറ്റ് ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കുമ്പോൾ ക്യാരറ്റ് ഫുള്ളായിട്ട് വേവും. പിന്നെ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട് തക്കാളി. ഈ സമയത്ത് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 1/2 ക്യാപ്സിക്കമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഇറ്റ്സ് ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് ആഡ് ചെയ്യുക. ഇത് എല്ലാവരുടെ കയ്യിലും ക്യാപ്സിക്കം കാണാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ കയ്യിലുള്ളവർ അതും കൂടി ഇടുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം ചിക്കൻ മസാല കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് കറി മസാലയും യൂസ് ചെയ്യാം. ഇതിൽ ഇനി ഞാൻ 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിക്കുന്നുണ്ട്. അത്ര പുളിയില്ലാത്ത തൈര് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഏകദേശം മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് അല്പം കൂടി നിൽക്കുന്നതായിരിക്കും നല്ലത്. റൈസ് ഇടുമ്പോഴത്തേക്കും അത് ഒന്ന് ഈക്വലായി കിട്ടാൻ അത് നന്നായിരിക്കും. പിന്നീട് റൈസ് ഇട്ടതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉപ്പൊന്ന് നേരെയാക്കി എടുക്കാൻ. അപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ കൂട്ട് എല്ലായിടത്തും എത്തുള്ളൂ. ഇതൊരു 1/4 വേവ് കഴിഞ്ഞിട്ടുള്ള റേഷനരിയാണ്. ഒരുപാട് വെന്ത് പോകരുത്. പശയുള്ള അരികളായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഒരുപാട് വെന്ത് പോയാൽ കുഴഞ്ഞു പോകും നമ്മുടെ റൈസ്. അതുകൊണ്ട് ഒരു 1/4 വേഗമാകുമ്പോഴത്തേക്കും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ റേഷനറി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനൊരു സാലഡും കൂടി സൈഡ് ഡിഷായിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.